മീനച്ചാറിന് അതിന് പുറമെ വെള്ള നാരങ്ങ അച്ചാറുണ്ട്. ബോർഡർ ക്രോസ് ചെയ്ത് എത്തിച്ചേരുന്നത് വെസ്റ്റ് ബംഗാളിലെ ജയ്ഗോൺ എന്ന സിറ്റിയിലേക്കാണ്. ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെയായിരുന്നു. ന്യൂ അലിപുർദ്വാറിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത്. അവിടേക്ക് പോകാൻ ബസ്സസ് അവൈലബിൾ ആണ്. പക്ഷേ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സിയിലാണ് പോകുന്നത്. നമ്മുടെ അവിടെ തേയിലത്തോട്ടങ്ങളെല്ലാം മലഞ്ചെരിവുകളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെയെല്ലാം നിരപ്പായ സ്ഥലങ്ങളിലാണ് കാണുന്നത്. ഏക്കറുകളോളം നീണ്ടു കിടക്കുന്നതാണ് ഈ തേയിലത്തോട്ടങ്ങളെല്ലാം. ഇന്ത്യയിൽ തേയില ഉൽപ്പാദനത്തിലെ 2ാം സ്ഥാനമാണ് വെസ്റ്റ് ബംഗാളിനുള്ളത്. ഡയറക്റ്റ് ട്രെയിന് റിസർവ്ഡ് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിനിലാണ് ഞങ്ങൾ റിസർവ് ചെയ്തിട്ടുള്ളത്. ഫുഡ് ഞങ്ങൾ IRCTC ആപ്പ് വഴിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെയിനിലെ ഫുഡിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ഇത്. അത് നമ്മൾ റിട്ടേൺ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അലിപുർദ്വാറിൽ കോയമ്പത്തൂരിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് നല്ല അടിപൊളി ഫിഷ് മീനച്ചാറാണ്. അതിന് പുറമെ വെള്ള നാരങ്ങ അച്ചാറുണ്ട്. കേട്ടോ. അതുകൊണ്ട് കൂട്ടിയൊരു പിടി പിടിക്കാൻ പോണ മക്കളെ. ട്രെയിനിൽ വെള്ളം തീർന്ന സമയത്ത് ട്രെയിനിലുണ്ടായിരുന്ന റെയിൽവേയുടെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചപ്പോൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 139 വിളിച്ചു. അപ്പോൾ അവിടെ നിന്നും റെസ്പോൺസായിട്ടൊരു മെസ്സേജ് വന്നു, അടുത്ത സ്റ്റേഷനിൽ തന്നെ വാട്ടർ ഫില്ല് ചെയ്യുന്നുള്ള. വെള്ളം ഫില്ല് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് വെള്ളം വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ട്രാക്കിൽ എന്തോ വർക്ക് കാരണം കോയമ്പത്തൂരിൽ നിന്നും പാലക്കാടേക്കുള്ള ട്രെയിൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ബസ്സിലാണ് പിന്നെ ഞങ്ങൾ യാത്ര ചെയ്തത്.
യാത്രകൾ അവസാനിക്കുന്നില്ല, ഇനിയും തുടരാമെന്ന പ്രതീക്ഷയോടുകൂടി.